നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ 4 ആണ് കാണുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് കാണാം ഇതിനകത്ത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിൽ, ഇപ്പോൾ എംപ്ലോയീസ് ഇല്ലാതെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഒരു കാര്യം ഒരു ഓർഗനൈസേഷൻ നേടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്ന ആൾക്കാർ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ അവരെ മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്നുള്ളൊരു മൈൻഡോടുകൂടെ വേണം അവരെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് ഇവരെ മാനേജ് ചെയ്യേണ്ടത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഇതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെ എൻറ്റയർ പ്രോസസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ദാറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു റിക്രൂട്ട്, സെലക്ട്, ട്രെയിൻ ആൻഡ് ഡെവലപ്പ് മെമ്പേഴ്സ് ഫോർ ആൻ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിനെ എടുക്കുന്നത് തുടങ്ങി അവരുടെ ഡെവലപ്മെൻറ്റ് വരെ എല്ലാ മേഖലകളിലും അവരെ എന്താ പറയുക മാനേജ് ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, സിമ്പിളായിട്ടുള്ളതുണ്ട്, ചെറിയ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും പഠിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനിഷനാണ് പറയുന്നത്. കാരണം ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് പേഴ്സണൽ മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിലും എഴുതാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിലും എഴുതാം. അതേപോലെ തന്നെ ഇതിനകത്ത് പഠിക്കുന്ന ടേംസുകളൊക്കെ അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ procurement, development, compensation, integration and maintenance and separation of human resource to the end that individual, organizational and societal objectives are established. അപ്പോൾ നമ്മുടെ ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടെ ഓർഗനൈസേഷൻ്റെയും അതേപോലെ തന്നെ ആ സൊസൈറ്റിയുടെയും ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ എംപ്ലോയീസിന് എന്താ പറയുക പ്രൊക്യൂർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കോമ്പൻസേഷൻ എല്ലാം കൊടുത്ത് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നടപ്പാക്കുന്നുണ്ട്. മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എല്ലാം ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്തുന്നതിനും അവരെ അക്യൂർ ചെയ്യുന്ന അവരെ ഡെവലപ്മെന്റ്, ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളിലും ഈ എല്ലാ ഫങ്ഷൻസും നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ടാണ് ഇതിന് പറയും. ദെൻ ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ. കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് പല രീതിയിലുള്ള പല ആൾക്കാരാണ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിനൊരു കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സങ്കീർണമായിട്ടുള്ള ഒന്നാണ്, കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ ആണിത്. ദെൻ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് ടു ബി കൺസിഡർ സെപ്പറേറ്റ്ലി. ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. എല്ലാവരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ദാറ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ആക്ഷൻ ഓറിയൻറ്റഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെയും എംപ്ലോയീസിൻ്റെയും ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടിയിട്ട് വേണ്ട ഓരോ ആക്ടിവിറ്റീസ് നമ്മളിവിടെ പെർഫോം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ദെൻ ദ അതർ വൺ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് ടു ബി ഡൺ എവറി ഡേ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അടുത്ത പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയീന് അയാളുടെ നോളജും സ്കില്ലും ക്യാപ്പബിലിറ്റീസും ഒക്കെ കൂടുതൽ നമ്മുടെ ഓർഗനൈസേഷനിലായിരിക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെർവാസീവ് ഇൻ നേച്ചർ. പെർവാസീവ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഇത് വ്യാപിച്ചെടുക്കുന്നത്, അതായത് എവിടെയൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത്
നമുക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ, ഹെൽത്ത് കെയർ, ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, റിക്രിയേഷൻ, ഇങ്ങനെ ഏതൊക്കെ ഓർഗനൈസേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്കിത് എന്താ പറയുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് അതിന് പെർവേസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ദെൻ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അതർ വൺ ഈസ് ഹ്യൂമൻ ബിഹേവിയർ. ഇതിനകത്ത് ഓരോരുത്തരുടെയും ഹ്യൂമൻ ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. ഓരോ എംപ്ലോയും വേറൊരു എംപ്ലോയെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. പിന്നെ ഇറ്റ്സ് എ ന്യൂ ഡിസിപ്ലിൻ, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഒന്നാണെന്നാണ് പറഞ്ഞു വെക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇന്നത്തെ രീതിയിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞു വെക്കുക. അപ്പോൾ അതിനകത്ത് 3 എണ്ണമാണ്. പീരീഡ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ദെൻ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ദാറ്റ് മീൻസ് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ഇവിടെ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് നമ്മൾ അഗ്രികൾച്ചറൽ എക്കണോമി ആയിരുന്നു നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനും അതിൻ്റെ സെയിൽസ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇനി ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് വർക്കുകളൊന്നും അധികം നടന്നിട്ടില്ല. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ, ആക്ടിവിറ്റീസ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. എന്ത് കാര്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിലും ആ സമയത്തും എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഓരോ ആൾക്കാരെയും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം അവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ്, പ്രീ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും നമുക്ക് ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റ്, എംപ്ലോയീസിനോട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ഒരു രീതി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എസ്പെഷ്യലി ഇന്ത്യ, ചൈന, ഗ്രീസ് ഇവിടെയൊക്കെ. ദെൻ സെക്കൻഡ് ഈസ് പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. 1750 to 1850 ആണ് പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഇൻഡസ്ട്രീസ് എല്ലാം എന്താ പറയുക, കൂടുതലായിട്ട് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയീസിനെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിക്കാനും, അവരുടെ വേജസ് ഫിക്സ് ചെയ്യാനും, അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് നോക്കാനും, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആവശ്യമാണെന്ന് ഒരു സിറ്റുവേഷൻ വന്നതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന പീരീഡ്. അപ്പോൾ എത്രയാണ് എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി അല്ലെങ്കിൽ വേജസ് എത്രയാണ്, ഇവർ ചെയ്യുന്ന വർക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, റെക്കോർഡ് മെയിൻ്റെനൻസ് സിസ്റ്റം, ദെൻ ഇവരുടെ ഹെൽത്ത് കെയർ, ഹൗസിംഗ് ഫെസിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് അടുത്തത് കാണാനുള്ളത്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? ഓക്കെ, നമ്മൾ അടുത്തത് ഇനി അപ്പോൾ പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വർക്കേഴ്സിൻ്റെ വേജസ്, സാലറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിലാണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു ടൈം പീരീഡിലാണ് ലേബർ യൂണിയൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ലേബർ യൂണിയൻ ഫോം ചെയ്തു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെയാണ് പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പീരീഡിൽ എംപ്ലോയിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈ ഒരു പീരീഡിൽ നടന്നിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും, വേജസ് ആണെങ്കിലും അവരുടെ അപ്പോയിൻമെൻ്റ് ആണെങ്കിലും ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം 1850s ശേഷം എങ്ങനെയാണ് ഈ ഒരു കാലയളവിൽ 1850s ശേഷം
ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യപ്പെടുകയും പല എക്സ്പെരിമെൻറ്റുകൾ നടപ്പാക്കുകയും അതിലൂടെ പല തിയറീസ് എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അതിൻ്റെ ആവശ്യകത ഇതിനെക്കുറിച്ചൊക്കെയുള്ള പല തിയറീസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള തിയറീസാണ് നിങ്ങൾ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള തിയറീസാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഹോത്തോൺ സ്റ്റഡീസ്, ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്, തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് ഇവിടെ പറയാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ പിന്നെ ചെയ്തു തരാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അതിനകത്ത് നമ്മൾ 7 പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. FW ടൈലറിൻ്റെ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 7 പ്രിൻസിപ്പിൾസ് നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദെൻ അതിൽ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ വേജ് യൂണിഫോമിറ്റി, അതായത് ഒരേപോലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരേ വേജസ് അല്ലെ സാലറി കൊടുക്കണം. പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് റിവാർഡ് ചെയ്യണം. പെർഫോമൻസ് കുറഞ്ഞവർക്ക് പേയ്മെൻറ്റ് കുറവായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ തിയറിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഹാത്തോൺ സ്റ്റഡീസ്, എൽട്ടൺ മേൻ്റെ ആണ് ഹാത്തോൺ സ്റ്റഡീസ്. അപ്പോൾ ഇതിനകത്ത് ഹോത്തോൺ സ്റ്റഡീസ് അവർ പല എക്സ്പെരിമെൻറ്റും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എംപ്ലോയീസിന് റെസ്റ്റ് ടൈം കൊടുത്തുകൊണ്ട് അവരുടെ വർക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇതിന് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ സ്റ്റഡീസിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിനെ കുറിച്ച് അവരുടെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ സ്റ്റഡീസിൽ പറഞ്ഞു വെക്കുന്നു. പിന്നെ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് പറയുന്നത്, ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റിൽ അവരുമായിട്ടുള്ള നല്ല റിലേഷൻ, അവർ എന്താ പറയുക, ഓരോരുത്തരും ഹ്യൂമൻ ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്, പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് നമുക്കറിയാം, എംപ്ലോയീസ് എപ്പോഴും മടിയന്മാരാണ്, അവരെ കൊണ്ട് ചെയ്യിക്കണം എന്നാലേ അവർ ചെയ്യുള്ളൂ എന്ന് തിയറി എക്സ് പറയുമ്പോൾ, വേണ്ട ആൾക്കാർക്ക് ജോലി ചെയ്യാൻ താല്പര്യമാണ്, അവർ നന്നായിട്ട് ചെയ്തോളും എന്ന തിയറി വൈ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സ്, അതായത് എംപ്ലോയീസിനെ അവിടുത്തെ ക്യാപിറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഓരോ എംപ്ലോയീസും എന്ന് പറയുന്നത് ഒരുപാട് സ്കിൽസിൻ്റെയും നോളജിൻ്റെയും ആട്രിബ്യൂട്ട്സിൻ്റെയും ഒക്കെ നിറകുടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിനും ഇങ്ങനെ പല രീതിയിലുള്ള കഴിവുകളും അറിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ ഹ്യൂമൻ ക്യാപിറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള തിയറീസ് ആണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ദെൻ അടുത്തത് പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ടേം ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടേമാണ്, അതായത് എംപ്ലോയിനെ മാനേജ് ചെയ്യുക എന്ന മീനിങ്ങിൽ ഉപയോഗിച്ചിരുന്നത് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നാണ്. പേഴ്സണലിൻ്റെ സ്പെല്ലിംഗ് PERSONNEL, പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നാണ്. എംപ്ലോയി മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന ടേമിന് ലേബർ വെൽഫെയർ, ലേബർ മാനേജ്മെൻറ്റ് റിലേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഹ്യൂമൻ റിലേഷൻ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പല മാൻ പവർ മാനേജ്മെൻറ്റ് എന്നുള്ള ടേമുകളിലൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മാൻ പവർ, ഒരു ഓർഗനൈസേഷനിലുള്ള മാൻ പവറിനെ മാനേജ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെയിം ഡെഫിനേഷൻ തന്നെയാണ് നമ്മളിവിടെ നമുക്ക് കാണാം. എഡ്വിൻ ബി ഫ്ലിപ്പോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിന് ദ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, integration and maintenance and separation of human resource to the end that individual, organization and social objectives are accomplished. അപ്പോൾ ഇത് സെയിം ഡെഫിനേഷൻ തന്നെ നിങ്ങൾക്ക് അത് എഴുതാം. ഇനി വേറെ ഡെഫിനേഷൻ വേണമെങ്കിൽ ചെറിയ ഡെഫിനേഷൻസ് വേറെ ഉണ്ട്, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പം അത് പഠിച്ചിട്ട് എഴുതാം. The next we are seeing about characteristics of personal management. Characteristicsൽ ഫസ്റ്റ് വൺ പറഞ്ഞു വെക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിനെ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഉണ്ടാവും ഓർഗനൈസേഷനിൽ. അപ്പോൾ അവർ ഓരോരുത്തരെയും എന്താ പറയുക, ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്സും എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ്സും കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്.
സെക്കൻഡ് വൺ പറയുന്നത് കൺസേൺഡ് വിത്ത് എംപ്ലോയീസ്. പേഴ്സണൽ മാനേജ്മെന്റ് എപ്പോഴും എന്ത് റിലേറ്റഡ് ആ, എംപ്ലോയി റിലേറ്റഡ് ആണ്. എംപ്ലോയി ആണ് ഇവിടെ മാനേജ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനെ എംപ്ലോയീസിനെ ഏറ്റവും നന്നായി എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. പിന്നെ അടുത്ത കണ്ടിന്യൂസ് നാച്ചറാണ്. നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അവരുടെ മാനേജ്മെന്റ് ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ഫോർമുലേഷൻ ഓഫ് പേഴ്സണൽ പോളിസി. എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികൾ, ഓരോ ഓർഗനൈസേഷനും ഓരോ പോളിസികൾ ഫോം ചെയ്യണം. റിക്രൂട്ട്മെന്റ് എങ്ങനെ നടത്തണം, സെലക്ഷൻ എങ്ങനെ നടത്തണം, ട്രെയിനിങ് അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, എങ്ങനെയുള്ളവർക്ക് ആ പ്രൊമോഷൻ കൊടുക്കുക, ട്രാൻസ്ഫർ കൊടുക്കുക, ജോബ് ഇവാലുവേഷൻ, മെറിറ്റ് റേറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള പോളിസി ഫോം ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജ്മെന്റ് ഫോം ചെയ്യും. ദെൻ ഇതെപ്പോഴും ഗോൾ ഓറിയന്റഡ് ആണ്. അതാണ് അടുത്ത് പറഞ്ഞു വെക്കുക. അപ്പം ഇതിനകത്ത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടുക, അതിനായിട്ട് എംപ്ലോയീസിനെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾ ഓറിയന്റഡ് ആണ്. ദെൻ ക്രിയേഷൻ ഓഫ് കൺജീനിയൽ അറ്റ്മോസ്ഫിയർ, അതായത് നല്ലൊരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യണം. എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ, അതേപോലെ എംപ്ലോയീസ് പരസ്പരം നല്ലൊരു റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് എൻഷുർ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഒരു എംപ്ലോയിക്ക് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് എൻഷുർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് പറഞ്ഞു വെക്കുന്നത്. Then next we can see about scope of personal management. പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എവിടെയൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, എംപ്ലോയിനെ മാനേജ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ്. അതിനകത്ത് ഫസ്റ്റ് എംപ്ലോയ്മെന്റ് ഓഫ് പേഴ്സണൽ. ഒരു എംപ്ലോയിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് കണ്ടെത്തുന്നത് അവിടെ നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് നടപ്പാക്കേണ്ടത് ആവശ്യമുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക്, ഒരു ജോബിലേക്ക് റൈറ്റ് പേഴ്സണ് ഫോർ റൈറ്റ് ജോബ് അറ്റ് റൈറ്റ് ടൈം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നിടത്ത് പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്. പേഴ്സണൽ മാനേജ്മെന്റിലൂടെയാണ് നമുക്ക് റൈറ്റ് പേഴ്സണ് റൈറ്റ് ജോബിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അവിടെയുണ്ട്, അതാണ് ഫസ്റ്റ് സ്കോപ്പ്. ദെൻ സെക്കൻഡ് വൺ ഡെവലപ്മെന്റ് ആണ്. ഒരു എംപ്ലോയിനെ നമ്മൾ ഓർഗനൈസേഷനിൽ എടുത്താൽ ട്രെയിനിങ് കൊടുക്കണം, അയാളെ ഡെവലപ്പ് ചെയ്യണം. ആ സമയത്തും അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് ആവശ്യമാണ്. ദെൻ തേർഡ് വൺ ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് പോളിസി. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് ഒരു ആ എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് വേണം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് പേഴ്സണൽ മാനേജ്മെന്റ് ആവശ്യമാണ്. സീനിയോറിറ്റി അനുസരിച്ചാണോ, അതോ എക്സ്പീരിയൻസ് അനുസരിച്ച് പിന്നെ ആണോ, അത് നോളജ് അനുസരിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരുപോലത്തെ പോളിസി വേണം. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായുള്ള പോളിസി ഡെവലപ്പ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ പറയുന്നത് ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ ഒരു ജോബിനെ കുറിച്ച്, ആ ജോബിൽ എന്തൊക്കെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ആണ് ഒരാൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തുക, പഠിക്കുക. അതിനാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജോലി, ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടന്റ്, ആ ഒരു ജോലിയിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അങ്ങനെ ആ ഒരു ജോലിയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതാണ് ജോബ് അനാലിസിസ്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കുന്നതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇന്ന ജോലിയിൽ ഇന്നതൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്താ പറയുക, റിട്ടേൺ ആയിട്ട് ഒരു ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിക്കുക. അതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ജോലിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ജോബ് അനാലിസിസും ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നിടത്ത് പേഴ്സണൽ മാനേജ്മെന്റ് ആവശ്യമാണ്. അതായത് എംപ്ലോയി റിലേറ്റഡ് ആണ്, അപ്പോൾ ഇതിനകത്ത് പേഴ്സണൽ മാനേജ്മെന്റ് ആവശ്യമാണ്. ദെൻ മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ജോബ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, വർത്ത്ഫുൾ ആണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ജോബ് ഇവാലുവേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഹൈ ലെവലിൽ ജോലി എന്ന് പറയുന്നത് അതിൻ്റെ വർത്ത്നെസ് അനുസരിച്ചാണ് അത് ഹൈ ലെവൽ അല്ലെങ്കിൽ കീ ജോബാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ അവിടുത്തെ മാനേജറാണ് ഹയർ പോസ്റ്റിൽ, അപ്പോൾ അയാളുടെ ജോബാണ് ഏറ്റവും വർത്ത്ഫുൾ എന്ന് ജോബ് ഇവാലുവേഷനിലൂടെ കണ്ടെത്തിയിട്ടുണ്ടാവും. അതങ്ങനെ മെയിൻലി ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാ, ടു ഫിക്സ് ദ പേയ്മെന്റ്, അയാൾക്ക് കൊടുക്കേണ്ട ശമ്പളം എത്രയാണെന്ന് തീരുമാനിക്കാനും കൂടിയാണ് ഒരു ജോബിന്റെ വർത്ത്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ജോബ് ഇവാലുവേഷനിലൂടെയാണ്.
അപ്പോൾ അവിടെയും പേഴ്സണൽ മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പൻസേഷൻ, ഒരു എംപ്ലോയീനെ തിരഞ്ഞെടുത്താൽ പിന്നെ അയാൾക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോഴും അവിടെ പേഴ്സണൽ മാനേജ്മെൻറ്റിലൂടെയാണ് അത് ചെയ്യുന്നത്. പിന്നെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ, പിന്നെ അവരുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. അവർ വന്നപ്പോൾ തുടങ്ങി നേടിയ ട്രെയിനിങ് ചെയ്ത് കാര്യങ്ങളെല്ലാത്തിനെ കുറിച്ചുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യണം. അപ്പോൾ പേഴ്സണൽ റെക്കോർഡ് ഉണ്ടാവണം. ദെൻ ലേബർ മാനേജ്മെൻറ്റ് റിലേഷൻ, ഇനി ഇതിനകത്ത് ഇവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിന് അപ്പോൾ അവരുമായിട്ടൊരു നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറ്റുക, ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എല്ലാ മേഖലകളിലും പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ആണ് പറഞ്ഞു വെക്കുന്നത്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് സിമിലാരിറ്റീസ് ആകുന്ന 4 കാര്യങ്ങളെ പറയുന്നുള്ളൂ. രണ്ടിലും എന്താ ഓർഗനൈസേഷണൽ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആണ് ഓർഗനൈസേഷൻ ഗോൾ അറ്റൈൻ ചെയ്യാമെന്നാണ് രണ്ടിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ രണ്ടിലും മാനേജ്മെൻറ്റ് നടപ്പാക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത് അയാളുടെ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, റെമ്യൂണറേഷൻ, മോട്ടിവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടിലും ഉണ്ട്. ദെൻ റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിൽ റൈറ്റ് ടൈമിൽ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെയും പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെയും മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇത് 4ആണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസിൽ ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ മൊത്തം അവിടുത്തെ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യാന്നുള്ളതാണ്. അതായത് എംപ്ലോയിനെയും മാനേജറും ഒക്കെ അവിടെ ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാം ഹ്യൂമൻ റിസോഴ്സാണ്. അവരെല്ലാവരെയും മാനേജ് ചെയ്യുന്നുണ്ട്. മാനേജർ തുടങ്ങി ലോവർ ഗ്രേഡ് എംപ്ലോയിനെ വരെ മാനേജ് ചെയ്യുന്നുണ്ട്. അതേസമയം പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സിനെ മാത്രമാണ് മാനേജ് ചെയ്യുക. അതിന് മാത്രമാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന്, എംപ്ലോയി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവരെ മാത്രം മാനേജ് ചെയ്യാമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ലേറ്റ് 70s ഡെവലപ്പ് ചെയ്ത് 1970s ആ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെ മുമ്പെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓരോ ഹ്യൂമൻ റിസോഴ്സിനെ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ അവരെ ഒരു ടൂൾ, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ പറ്റിയ ഒരു ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ജോബ് കാറ്റഗറീസ് ആൻഡ് ഗ്രേഡ്സ് ആർ മെനിയാണ്. അപ്പോൾ അതിനകത്ത് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ കാറ്റഗറി ഓഫ് ജോബ്സ്, ഇപ്പോൾ നമ്മൾ പറയില്ലേ LDC, LGS, പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഇങ്ങനെ ഓരോരോ ഗ്രേഡ് ഓഫ് ജോബ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഏതിൽ? നമ്മുടെ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ. അതേസമയം അങ്ങനത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഫ്യൂ ആണ്. പിന്നെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ HRM എന്ന് പറയുക. അവിടെയാണ് പെട്ടെന്ന് ഡിസിഷൻസ് നടപ്പാക്കുന്നത്. അതേസമയം പേഴ്സണൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് പതുക്കെയാണ്. Then the other one is that HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ മ്യൂച്വൽ ഗോൾസ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം റെസ്പെക്റ്റും പരസ്പരം ഗോള്, അതായത് എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒത്തൊരുമിച്ച് ചെയ്യുന്നതാണ് HRM കാണാൻ പറ്റുക. അതേസമയം പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് നേടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവിടെയുള്ളൂ. ദെൻ പേഴ്സണൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കണ്ടെത്തുക, അവരുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, ഇങ്ങനെ ഒരു റൂട്ടീൻ ആക്ടിവിറ്റി ആയിട്ട് പോകുന്ന ഒന്നാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം അതിന് പറ്റിയ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റിലില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്കോപ്പ് നേരത്തെ നമ്മൾ കണ്ട സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. കുറച്ച് പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാകും. കാരണം ഏകദേശം ഒരുപോലെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും. സ്കോപ്പിൽ ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എവിടെ അപ്ലൈ ചെയ്യുന്നു? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തുന്നിടത്ത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താ? ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് എത്രയാണെന്ന് കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലി ചെയ്യാനായിട്ട് എത്ര എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുക, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അത് ചെയ്യുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ. നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണം. അതായത് ആളെ കണ്ടെത്തുക, അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുക, അവരെ എന്താ പറയുക ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അവരെ സെലക്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ദെൻ ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. അവരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരെ ഓർഗനൈസേഷനും അവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാം, അതാണ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉണ്ട്. ദെൻ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലുണ്ട്. പിന്നെ അവർ എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. പിന്നെ അവരുടെ ജോബിൻ്റെ വർത്ത്നെസ്, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ജോബ് ഇവാലുവേഷൻ നടത്തും. ദെൻ എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമ്യൂണറേഷൻ, ഇവരുടെ ഓരോരുത്തരുടെയും ജോബിന് എത്രയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്തും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവർ നന്നായിട്ട് ഇവരെ പെർഫോം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടി മോട്ടിവേഷൻ നൽകണം. അപ്പോൾ മോട്ടിവേഷനിലൂടെയാണ് നമ്മൾ അവരുടെ കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ മോട്ടിവേഷൻ നടത്തുമ്പോഴും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെയാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, എന്താണ് അവർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരിലൂടെ കാര്യങ്ങൾ ചെയ്യിക്കേണ്ടതെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ പരസ്പരം കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനൊക്കെ വേണം. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ അവർ എന്ത് കാര്യം അവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞാലേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവിടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഹ്യൂമൻ വെൽഫെയർ, സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം എംപ്ലോയീസ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ കൊടുക്കുക. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവരുടെ ഹെൽത്ത്, അതേപോലെ വർക്ക് ചെയ്യുന്നിടത്ത് സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ആക്സിഡൻസ് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് വേണം. ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ, നല്ല എംപ്ലോയർ ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെയാണ് ഇതെല്ലാം സാധിക്കുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും ജോബ് അനാലിസിസും മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്.